എത്ര കണ്ടാലും മതി വരാത്ത ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ജാക്കി ചാൻ മാമന്റെ 2010 പുറത്തിറങ്ങിയ ദ കരാട്ടെ കിഡ്. ഈ കഥ നടക്കുന്നത് അങ്ങ് ചൈനയിൽ വെച്ചാണ്. എന്നാൽ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ 12 വയസ്സുകാരനായ ഡ്രേ പാർക്കർ. ഡ്രേയുടെ അച്ഛൻ മരണപ്പെട്ടു. അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിക്കാനായി പോകുന്നത്. അവര് അമേരിക്ക വിട്ട് ചൈനയിലേക്ക് താമസം മാറാനായി പോവുകയാണ്. പക്ഷേ ഡ്രേക്ക് ചൈനയിലേക്ക് താമസം മാറുന്നതിൽ അത്ര ഇഷ്ടമൊന്നുമില്ല. അതിന് പ്രധാന കാരണം തന്റെ കൂട്ടുകാരെയൊക്കെ വിട്ടാണല്ലോ ഡ്രേ അമേരിക്ക വിട്ട് ചൈനയിലേക്ക് പോകുന്നത്. എയർപോർട്ടിലേക്ക് പോകാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഡ്രേന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന് അവന്റെ സ്കേറ്റ് ബോർഡ് ഡ്രേക്ക് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് ഡ്രേ പറഞ്ഞപ്പോൾ ഇത് നീ എന്റെ ഓർമ്മക്കായി വെക്കണമെന്നും ബെസ്റ്റ് ഫ്രണ്ട് ഡ്രേനോട് പറയുന്നുണ്ട്. അങ്ങനെ അവരെ ചൈനയിലേക്ക് പുറപ്പെടാനായി വിമാനത്തിൽ കയറിയിരുന്നു. അമ്മ ഡ്രേനോട് ചൈനീസ് ഭാഷയുടെ ബേസിക്സ് പഠിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും ഡ്രേ കാര്യമാക്കുന്നില്ല. ഇനി നമ്മുടെ കഥാനായകനായ ഡ്രേ എന്ന പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ അത്ര അനുസരണയുള്ള കുട്ടിയൊന്നുമല്ല. അമ്മ പറയുന്നതൊക്കെ പല തവണയും ഡ്രേ അനുസരിക്കാറില്ല. അങ്ങനെ ഇവിടെ അവര് ചൈനയിലെത്തി. അവരെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാനായി വന്നത് ട്രാവൽസിലെ ഒരു സ്ത്രീയാണ്. അങ്ങനെ പുള്ളിക്കാരി അവരെ കൂട്ടി അവരുടെ പുതിയ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഹാരി എന്ന പയ്യൻ ഡ്രേന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളാണോ 305 പുതിയ താമസക്കാരെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ ഡ്രേക്ക് പുതിയ കൂട്ടുകാരനെ കിട്ടി. ഹാരി ഡ്രേക്ക് അവിടെ തൊട്ടടുത്തുള്ള പാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ അവിടെ നിന്നാണ് കളിക്കാറുള്ളത്. അപ്പോൾ നീയും എന്തായാലും അവിടെ നമ്മുടെ കൂടെ കളിക്കാനായി വരണം. സോ ഇവിടെ അവരെ റൂമിൽ കൊണ്ടാക്കിയതിനു ശേഷം ട്രാവൽസിലായിട്ട് ചെല്ലുകയാണ്. എന്താവശ്യമുണ്ടെങ്കിലും മെയിൻ്റെനൻസ് മാൻ ആയ മിസ്റ്റർ ഹാനെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരി മിസ്റ്റർ ഹാന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അമ്മക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഡ്രേന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് തന്റെ ജാക്കറ്റ് അഴിച്ചാല് അത് കണ്ട സ്ഥലത്തിടുന്നത്. ഒരു സ്ഥലത്ത് അത് മര്യാദക്ക് വെക്കത്തില്ല. അത് പറഞ്ഞ അമ്മ എപ്പോഴും ഡ്രേനെ വഴക്ക് പറയും. ഇവിടെ എത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയോ, മര്യാദക്ക് നിലത്തുനിന്ന് ജാക്കറ്റ് എടുത്തു വെക്കുന്ന അമ്മ ഡ്രേനെ വഴക്ക് പറയുകയാണ്. എന്നാൽ ഡ്രേ അനുസരിക്കാത്തത് കാരണം അമ്മ തന്നെ ജാക്കറ്റ് നിലത്തുനിന്ന് എടുത്ത് ഹാങ്ങറിൽ വെക്കുകയാണ്. അമ്മ കുളിക്കാനായി കയറിയ സമയത്ത് അമ്മ ബാത്റൂമിൽ നിന്ന് ഒച്ചത്തിൽ ഡ്രേനോട് മോനെ ഹീറ്റർ വർക്ക് ആവുന്നില്ല, മോന് പോയിട്ട് മിസ്റ്റർ ഹാനെ വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ മിസ്റ്റർ ഹാൻ എന്ന മെയിൻ്റെനൻസ് മാനെ തപ്പി ഡ്രേ ചെല്ലുകയാണ്. സോ മെയിൻ്റെനൻസ് റൂമിൽ ഇരിക്കുന്ന ഇദ്ദേഹമാണ് മിസ്റ്റർ ഹാൻ. അദ്ദേഹത്തെ വിളിക്കാനായി ഡ്രേ എത്തി. ഇനി ആരാണ് മിസ്റ്റർ ഹാൻ നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജാക്കി ചാൻ തന്നെയാണ്. സോ ജാക്കി ചാന്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് മിസ്റ്റർ ഹാൻ എന്നാണ്. എന്നാൽ നമുക്ക് കഥ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജാക്കി ചാൻ എന്ന് തന്നെ പറയാം. അതല്ലേ കേൾക്കാൻ പവർ. സോ ഇവിടെ ഡ്രേ ജാക്കി ചാനെ വിളിക്കാനായി ചെന്നെങ്കിലും അദ്ദേഹം ഡ്രേനെ മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുകയാണ്. അദ്ദേഹം അത്ര നല്ല മൂഡിലല്ല എന്ന് മനസ്സിലാക്കി ഡ്രേ ശരി ഞാൻ എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഡ്രേ വീട്ടിലേക്കല്ല പോയത്, പാർക്കിലേക്കാണ്. പാർക്കിൽ ചെന്ന ഡ്രേ ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടെ ഇരുന്ന് വയലിൻ വായിക്കുന്നത് കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡ്രേ കുട്ടന് ക്രഷ് അടിച്ചു. ഹേയ് നീ വന്നോ, വാ നമുക്കൊരു മാച്ച് കളിക്കാമെന്ന് പറഞ്ഞ് ഹാരി ഡ്രേനെ ബാസ്കറ്റ് ബോൾ മാച്ച് കളിക്കാനായി ക്ഷണിക്കുകയാണ്. സോ ഡ്രേ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതൊക്കെ ഈ പെൺകുട്ടി കാണുന്നുണ്ട്. പുള്ളിക്കാരിയുടെ പേര് പറയാൻ ഞാൻ വിട്ടുപോയി. ആളുടെ പേര് മെയിങ് എന്നാണ്. ബാസ്കറ്റ് ബോൾ കളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് പ്രായമായ ആൾക്കാർ ടേബിൾ ടെന്നീസ് കളിക്കുന്നത് ഡ്രേ കണ്ടു. അങ്ങനെ അവരുടെ കൂടെ ടേബിൾ ടെന്നീസ് കളിക്കാനായി ഡ്രേ ചെല്ലുകയാണ്. പ്രായമായ ആൾക്കാരല്ലേ, അവരെ തനിക്ക് വളരെ നിസ്സാരമായി പരാജയപ്പെടുത്താൻ കഴിയും എന്ന മട്ടിൽ നമ്മുടെ ഡ്രേ വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് അവരെ ചാലഞ്ച് ചെയ്യുകയാണ്. എന്നാൽ അവര് നല്ല ആൾക്കാരാണ്, കൊച്ചു കുട്ടികളെന്ന് കരുതി അവര് വളരെ സ്ലോ ആയിട്ടാണ് ആദ്യം കളിച്ചത്. അപ്പോൾ നമ്മുടെ ഡ്രേക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ ഈ അപ്പൂപ്പനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുഴുവൻ സ്കില്ലും കാണിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് പോലും നമ്മുടെ ഡ്രേക്ക് തടയാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കണ്ട് മേങ്ങി ചിരിച്ചു മയങ്ങുന്നുമുണ്ട്. എന്തായാലും അവരുടെ കളിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഡ്രേ ഇടയ്ക്കിടെ മേങ്ങിനെ നോക്കുന്നത് ഹാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നീ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിനക്ക് അവളോട് പോയി സംസാരിച്ചൂടെ, എന്തേ നിനക്ക് പേടിയാണ് എന്നൊക്കെ ഹാരി ഡ്രേനോട് ചോദിച്ചപ്പോൾ പേടിയോ, ഏയ് എനിക്കൊന്നിനും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേങ്ങിനോട് സംസാരിക്കാനായി ഡ്രേ ചെല്ലുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തനിക്ക് അറിയുന്നത് പോലെ കൂട്ടിക്കുഴച്ച് ചൈനീസ് ഭാഷ സംസാരിക്കുകയാണ്. എന്നാൽ മേങ് ഡ്രേക്ക് ഇംഗ്ലീഷിൽ മറുപടി കൊടുത്തു. മേങ്ങിന് ഇംഗ്ലീഷ് അറിയാമെന്ന് മനസ്സിലാക്കി ഡ്രേക്ക് സന്തോഷമായി. ഹാവു കാര്യങ്ങൾ എളുപ്പമായി. മേങ്ങിന് മ്യൂസിക്കും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയ ഡ്രേ മേങ്ങിനെ ഇംപ്രസ് ചെയ്യാനായി തന്റെ ഡാൻസിങ് സ്കില്ലൊക്കെ പുള്ളിക്കാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മേങ് ഡ്രേനോട് എനിക്ക് നിന്റെ മുടി ഒരുപാട് ഇഷ്ടമായി, ഞാൻ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. ആ അതിനെന്താ എന്ന് പറഞ്ഞ് തന്റെ മുടി മേങ്ങിന് തൊടാനായി ഡ്രേ കൊടുത്തു. പക്ഷെ ഇതൊക്കെ കണ്ടു നിന്ന ഇവന്മാര് നമ്മുടെ ഡ്രേന്റെ അടുത്തേക്ക് വരികയാണ്. അതായത് ഇവന്മാരാണ് വില്ലന്മാര്. സോ ഇവന്റെ പേരാണ് ചെങ്. ചെങ് മേങ്ങിനെ വഴക്ക് പറയുകയാണ്. ഇവനുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം, നീ ഇവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ വന്നതല്ലേ, എന്നിട്ട് ഇതാണോ നിന്റെ പ്രാക്ടീസ്? അപ്പോൾ ദേഷ്യത്തിൽ നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ മേങ്ങും പറയുന്നുണ്ട്. അപ്പോൾ അവനോട് ഡ്രേ ചോദിക്കാനായി ചെന്നപ്പോൾ അവൻ ഡ്രേനെ ഒറ്റ ഇടിയിൽ നിലത്തിട്ടു.
പക്ഷെ നിലത്ത് വീണ് ഡ്രേ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. എഴുന്നേറ്റ് വന്ന് അവനെ തല്ലാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു ഇടി പോലും അവനെ കൊണ്ടിട്ടില്ല. പകരം അവൻ ഡ്രേനെ വീണ്ടും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുകയാണ്. പക്ഷേ മേങ് അവനെ തടഞ്ഞു നിർത്തി അവൻ ചെന്നു. അതിനുശേഷം പരിക്കേറ്റ ഡ്രേനെ മേങ് എഴുന്നേൽപ്പിക്കുകയാണ്. സോ നമ്മുടെ ഡ്രേന്റെ മുഖത്തൊക്കെ പരിക്കേറ്റതിന്റെ അടയാളം വന്നിട്ടുണ്ട്. ഇത് അമ്മ കണ്ടാല് അമ്മ ചോദ്യം ചെയ്യും. അങ്ങനെ അമ്മ കാണാതെ വീട്ടിൽ കയറി തന്റെ മുറിയിൽ കയറി കഥ കടക്കുകയാണ്. അടുത്ത ദിവസം ഇന്നാണ് നമ്മുടെ ഡ്രേന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ. മുഖത്തെ പാട് കണ്ടാൽ എന്തായാലും അമ്മ താൻ തല്ലുണ്ടാക്കിയത് മനസ്സിലാക്കും. അതുകൊണ്ട് അമ്മയുടെ മേക്കപ്പ് കാണാതെ എടുത്ത് ടോയ്ലറ്റിൽ നിന്ന് മുഖത്തെ പാട് മറക്കാനായി അവിടെ മേക്കപ്പ് ഇടുകയാണ്. പക്ഷെ എന്നാലും അമ്മക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരു തൊപ്പിയും ഇട്ടുകൊണ്ടാണ് ഡ്രേ സ്കൂളിലേക്ക് അമ്മയുടെ കൂടെ പോകുന്നത്. സ്കൂളിലെത്തിയപ്പോൾ ദാണ്ടെ അവിടെ ചെങ്ങും ഗാങ്ങും. ഇവന്മാരും ഇതേ സ്കൂളിലാണെന്ന് ഡ്രേക്ക് മനസ്സിലായി. അതേപോലെ ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ ഡ്രേനോട് സ്കൂളിൽ തൊപ്പി ധരിക്കുന്നത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഡ്രേനെ തൊപ്പി എടുത്തു മാറ്റി. അപ്പോൾ അമ്മ ഡ്രേന്റെ മുഖത്ത് മേക്കപ്പ് കണ്ടു. നീ എന്താണ് മേക്കപ്പ് ഇട്ടിന് എന്ന് ചോദിച്ച് അത് തുടച്ചപ്പോൾ അവിടെ പരിക്കേറ്റ പാടും അമ്മ കണ്ടു. അങ്ങനെ അമ്മ ഡ്രേനെ വഴക്ക് പറയുകയാണ്. നീ ആരോടാണ് തല്ല് കൂടിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മ ഇവിടുന്ന് ഒച്ച വെക്കല്ലേ, ഞാൻ ആരായിട്ടും തല്ല് കൂടിയതൊന്നുമല്ല, ഞാൻ ഓടുമ്പോൾ ഒരു തൂണിൽ പോയി ഇടിച്ചതാണ് എന്ന് ഡ്രേ അമ്മയോട് കളവ് പറയുകയാണ്. അമ്മ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അമ്മ കൂടുതൽ ചോദിക്കാൻ നിന്നിട്ടില്ല. മോന് ക്ലാസ്സിൽ പോയിക്കോ, നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ് ഡ്രേനെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചു. സോ ഇവിടെ സ്കൂളിൽ ബ്രേക്ക് ടൈം ആണ്. അവിടെ ഭക്ഷണം എടുക്കാൻ ചോപ്സ്റ്റിക്സ് ആണ് ആൾക്കാർ ഉപയോഗിക്കാറ്. നമ്മൾക്കറിയാം ചൈനീസ് ട്രഡീഷനിൽ അവര് ഭക്ഷണം കഴിക്കുന്നത് ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ ഡ്രേക്ക് അത് വെച്ച് എങ്ങനെയും ഭക്ഷണം വിളമ്പാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവിടെ മേങ് വരുന്നത്. പുള്ളിക്കാരിയും അതേ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഡ്രേക്ക് ഭക്ഷണം വിളമ്പാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി മേങ് ഡ്രേക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ചെങ്ങി ഞാൻ കാരണമാണല്ലോ നിന്നെ തല്ലിയത് എന്ന് പറഞ്ഞ് മേങ് ഡ്രേനോട് സോറി പറയുകയാണ്. അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് ഡ്രേ ചോദിച്ചു. ഏയ് അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, എന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും പാരന്റ്സ് നല്ല സുഹൃത്തുക്കളാണ്, അല്ലാതെ എനിക്ക് അവനായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മേങ് പറയുകയാണ്. സോ ഇവിടെ ഒരു ദിവസം ഡ്രേ TV കാണുമ്പോൾ യാദൃശികമായിട്ട് TVയിൽ കരാട്ടെ പരിശീലിപ്പിക്കുന്ന ഒരു ഷോ കണ്ടു. അത് കണ്ടപ്പോൾ ഡ്രേക്ക് കരാട്ടെ പഠിക്കാൻ പൂതിയായി. കരാട്ടെ പഠിച്ചാൽ ഒരു ഗുണം കൂടിയുണ്ട്, ചെങ്ങിനെ തിരിച്ചു തല്ലാം. അങ്ങനെ TVയിലെ ഈ ഷോ കണ്ടുകൊണ്ട് ഡ്രേ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ സമയത്താണ് മെയിന്റനൻസ് മാനായ നമ്മുടെ ജാക്കി ചാൻ അവിടെ ഹീറ്റർ നന്നാക്കാനായി വന്നത്. അദ്ദേഹം ഈ പയ്യൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അവൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും ജാക്കി ചാന് മനസ്സിലായി. എന്തായാലും അദ്ദേഹം ഇവിടെ ഹീറ്റർ നന്നാക്കിയതിനു ശേഷം അത് ഡ്രേക്ക് കാണിച്ചു കൊടുക്കുകയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. അതേപോലെ നിന്റെ കണ്ണിന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ജാക്കി ചാനോടും ഡ്രേക്ക് കളവ് പറയുകയാണ്. അതായത് ഞാൻ ഓടുമ്പോൾ തൂണിൽ പോയി ഇടിച്ചതാണ് എന്ന്. എന്തായാലും അത് പച്ചക്കള്ളമാണ് എന്ന് ജാക്കി ചാന് മനസ്സിലായി. അദ്ദേഹത്തോട് ഈ ഡോറിന്റെ ലോക്ക് കൂടി ടൈറ്റ് ആണ്, അതുകൂടി നന്നാക്കണമെന്ന് ഡ്രേ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഡോറിന്റെ ലോക്ക് നന്നാക്കുന്ന സമയമാണ് ഡ്രേന്റെ അമ്മ അവിടെ വന്നത്. അമ്മ ജാക്കി ചാൻ അവിടെയുള്ളത് അറിയത്തില്ല. സോ ഇവിടെ ഡ്രേ ജാക്കിന് നിലത്തിട്ടത് കണ്ട് അമ്മ ഡ്രേനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത് ആദ്യം ഡ്രേ അനുസരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് നിലത്തിട്ട ജാക്കറ്റ് ഡ്രേ ഹാങ്ങറിൽ ആറ്റിറ്റ്യൂഡ് മുഖമാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജാക്കി ചാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോൾ ചെങ്ങിനെയും ഗാങ്ങിനെയും ഡ്രേ കണ്ടു. അവരെ കണ്ടപ്പോൾ തന്നെ ഡ്രേ പെട്ടെന്ന് ഒളിക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ ചെന്നാൽ നല്ല ഇടി കിട്ടുമെന്ന് ഡ്രേക്ക് അറിയാം. അങ്ങനെ അവരെ കണ്ട് ഒളിച്ചു നിൽക്കുന്ന സമയമാണ് ആരോ നല്ല മനോഹരമായിട്ട് വയലിൻ പ്ലേ ചെയ്യുന്നത് ഡ്രേ കേട്ടത്. അങ്ങനെ അവിടത്തേക്ക് ഡ്രേ ചെല്ലുകയാണ്. അപ്പോൾ മേങ് അവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാൽ ചെറിയ പിഴവുണ്ട്. അത് ടീച്ചർ മേങ്ങിനോട് പറഞ്ഞിട്ട് ഇനിയും പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ സമയം മേങ്ങിന്റെ അടുത്തേക്ക് ഡ്രേ ചെന്ന് പുള്ളിക്കാരിയെ അഭിനന്ദിക്കുകയാണ്. നീ അടിപൊളിയായിട്ട് വയലിൻ വായിക്കുന്നുണ്ടല്ലോ, ബൈ ദ വേ നീ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, വല്ല കോമ്പറ്റീഷനും മറ്റോ ഉണ്ടോ? അപ്പോൾ മേങ് പറയാണ്, അടുത്ത മാസം ബെയ്ജിംഗ് അക്കാഡമി ഓഫ് മ്യൂസിക്കിൽ എനിക്ക് ഓഡിഷൻ ഉണ്ട്, അതിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് സംസാരിക്കുന്ന സമയത്ത് വയലിൻ പഠിപ്പിക്കുന്ന ടീച്ചർ അവിടെ കയറി വന്നു. അങ്ങനെ അദ്ദേഹം കാണാതെ ഡ്രേ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഇറങ്ങിയപ്പോൾ ചെന്നുപെട്ടത് ചെങ്ങിന്റെ ഗാങ്ങിന്റെ മുന്നിലാണ്. എടാ നിന്റെ മുടിയൊന്ന് ഞാൻ തൊട്ടു നോക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവന്മാര് ഡ്രേനെ കളിയാക്കുകയും അതേപോലെ നമ്മുടെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവന്മാര് പോകുന്നത്. ഇവന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. അങ്ങനെ ഒരു ദിവസം അമ്മയുടെ കൂടി ഡ്രേ പുറത്തു പോയതാണ്. അങ്ങനെ അവരെ സംസാരിച്ച് നടക്കുമ്പോഴാണ് ഒരു കുങ്ഫു അക്കാഡമി ഡ്രേന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സോ ഡ്രേക്ക് കരാട്ടെ കുങ്ഫു അതിലൊക്കെ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കൂടെ ആ കുങ്ഫു സ്റ്റുഡിയോയിലേക്ക് ഡ്രേ ചെല്ലുകയാണ്. മകനെ കുങ്ഫു പഠിപ്പിക്കാൻ അമ്മക്കും നല്ല താല്പര്യമുണ്ട്. സോ ഇദ്ദേഹമാണ് മാസ്റ്റർ ലീ, ഇദ്ദേഹമാണ് ഇവിടുത്തെ കുങ്ഫു മാസ്റ്റർ. അപ്പോൾ ഈ മാസ്റ്റർ സ്റ്റുഡൻസിനോട് പറയാണ്, എതിരാളികളെ ശത്രുക്കളെ പോലെ കാണണം,
അവരോട് ഒരു കരുണയും കാണിക്കേണ്ട. അപ്പോൾ ഒരു ക്രൂരനായ മാസ്റ്റർ തന്നെയാണ് മാസ്റ്റർ ലീ. അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഡ്രേ ചെങ്ങിനെയും കൂടി കണ്ടു. അതായത് ചെങ് ഇവിടുന്നാണ് കുങ്ഫു പഠിക്കുന്നത്. അതുകൊണ്ട് അവന് ഒടുക്കത്തെ ഫൈറ്റ് ആണ്. അവനെ കണ്ടപ്പോൾ തന്നെ ഡ്രേന്റെ മൂഡ് ആകെ പോയി. കാരണം അവൻ പഠിക്കുന്ന ഈ സ്ഥലത്ത് എന്തായാലും ഡ്രേക്ക് കുങ്ഫു പഠിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഡ്രേ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അമ്മ പിന്നാലെ പോയിട്ട്, നീ എന്താണ് പെട്ടെന്ന് ഇറങ്ങിയത്? നിനക്ക് അവിടെ ചേരണ്ടേ? എന്ത് നല്ല കുങ്ഫു സ്റ്റുഡിയോ ആണ് അത്. വാ, നിന്നെ ഞാൻ അവിടെ ചേർക്കാം. അപ്പൊ ഇതൊക്കെ അമ്മ പറയുമ്പോൾ വേണ്ട എന്നൊക്കെ ദേഷ്യത്തോടെ അമ്മയോട് ഡ്രേ പറയുകയാണ്. മോനെ, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ, നമ്മൾ ചൈനയിൽ വന്നു, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എനിക്ക് ഇവിടെ ഇഷ്ടമായിട്ടേ ഇല്ല. എനിക്ക് തിരിച്ച് എന്റെ വീട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ അമ്മ മോനോട് പറയാണ്, മോനെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾക്ക് ഒന്നുമില്ല. അവിടെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. ഇതാണ് നമ്മുടെ നാട്, ഇവിടെയാണ് നമ്മുടെ വീട്. അങ്ങനെ അത് കേട്ട് സങ്കടത്തോടെ ഡ്രേ നടന്നു പോവുകയാണ്. അപ്പോൾ അവർ ഈ സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് ജാക്കി ചാൻ കേട്ടതായി നമുക്ക് ഇവിടെ കാണാം. സോ ഇവിടെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഫോർബിഡൻ സിറ്റിയിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെ നിന്നൊക്കെ ഈ ചെങ്ങിന്റെ ഗ്യാങ് നമ്മുടെ ഡ്രേനെ തന്നെ നോക്കി പേടിപ്പിക്കുന്നത് കാണാം. ബസ്സിൽ നിന്നും ചെങ്ങ് ഡ്രേനെ ഉപദ്രവിക്കാനായി വന്നിരുന്നു. എന്നാൽ ടീച്ചർ അവിടെ ഉള്ളത് കൊണ്ട് ചെങ്ങിന് ഡ്രേനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവനെ കൊണ്ട് പൊരുതിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ ഡ്രേ. അതുകൊണ്ട് അവനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ ഡ്രേ തീരുമാനിച്ചു. സോ ഇവിടെ ബസ്സിൽ നിന്ന് ചെങ്ങും ഗ്യാങ്ങും നടക്കുമ്പോൾ അവര് കാണാതെ അവരുടെ പിന്നാലെ ഡ്രേ നടക്കുകയാണ്. എന്നിട്ട് അതേ സമയം അവന്മാർക്ക് എന്ത് പണിയാണ് കൊടുക്കേണ്ടത് എന്നും ഡ്രേ ആലോചിക്കുന്നുണ്ട്. ആ സമയമാണ് അവിടെ ഒരു ബക്കറ്റില് വേസ്റ്റ് വെള്ളം ഡ്രേന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടപ്പോൾ ഡ്രേക്ക് ഒരു ഐഡിയ കിട്ടി. വേറൊന്നുമല്ല, ഈ വേസ്റ്റ് വെള്ളം അവന്മാരുടെ ദേഹത്തേക്ക് ഒഴിക്കുക. അങ്ങനെ ആ ബക്കറ്റിലെ വെള്ളം ഈ ചെങ്ങിന്റെ ഗ്യാങ്ങിന്റെ ദേഹത്ത് ഒഴിച്ച് ഡ്രേ ഓടുകയാണ്. ഡ്രേ വളരെ വേഗത്തിലാണ് ഓടുന്നത്. അവന്മാർക്ക് പിടിക്കാൻ കിട്ടുന്നില്ല. കാരണം അവരെക്കാൾ വേഗത്തിൽ നമ്മുടെ ഡ്രേക്ക് ഓടാൻ കഴിയും. എന്നാൽ ഓടി ഓടി അവസാനം ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ല. കംപ്ലീറ്റ്ലി ട്രാപ്പായി. അങ്ങനെ ഡ്രേ ചെങ്ങിന്റെ ഗ്യാങ്ങിന്റെ പിടിയിലായി. ചെങ് അങ്ങനെ വളരെ ക്രൂരമായിട്ട് ഡ്രേനെ മർദ്ദിച്ചു. അപ്പോൾ ഒരു പയ്യൻ, എടാ മതി, ഇനിയും തല്ലിൽ അവൻ ചത്തുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്ങിനെ തടയുകയാണ്. എന്നാൽ ചെങ്ങ് പറയാണ്, നമ്മളോട് മാസ്റ്റർ പറഞ്ഞതല്ലേ നമ്മുടെ എതിരാളിയെ ശത്രുവിനെ പോലെ കാണണം, ഒരു കരുണയും വേണ്ട എന്ന്. അതും അവനോട് പറഞ്ഞിട്ട് ചെങ്ങ് വീണ്ടും നിലത്ത് അടികൊണ്ട് കിടക്കുന്ന ഡ്രേനെ തല്ലാനായി പോവുകയാണ്. എന്നാൽ ചെങ്ങ് ഇടിക്കാനായി പോയപ്പോൾ ആരോ ചെങ്ങിന്റെ കൈ വന്ന് പിടിച്ചു വെച്ചു. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജാക്കി ചാൻ ആണ്. അദ്ദേഹം ചെങ്ങിന്റെ കൈ പിടിച്ചു മാറ്റി, മതി, ഇനി വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് ചെങ്ങിനെ തള്ളി മാറ്റുകയും ഡ്രേനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അത് ചെങ്ങിന് തീരെ പിടിച്ചിട്ടില്ല. ചെങ്ങ് ജാക്കി ചാനെ കിക്ക് ചെയ്യാനായി വന്നു. എന്നാൽ വളരെ നിസ്സാരമായി ജാക്കി ചാൻ അത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ കുങ്ഫു കുട്ടികൾ എല്ലാവരും ജാക്കി ചാനെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരു ഇടി പോലും ജാക്കി ചാന് കൊള്ളുന്നില്ല. മാത്രമല്ല, ജാക്കി ചാൻ അവരുടെ ഇടി ബ്ലോക്ക് മാത്രമാണ് ചെയ്യുന്നത്. അവരെ തല്ലുന്നൊന്നുമില്ല. അവരുടെ കൈയും കാലും കൊണ്ട് തന്നെ ജാക്കി ചാൻ അവരെ തല്ലുകയാണ്. ഈ ഫൈറ്റൊക്കെ നിലത്ത് വീണ് കിടക്കുന്ന ഡ്രേ കാണുന്നുണ്ട്. അവസാനം ഈ കുട്ടികളെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ച ജാക്കി ചാൻ അവരോട് മര്യാദക്ക് നല്ല കുട്ടികളായി വീട്ടിലേക്ക് പോകാനായി പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പരിക്കേറ്റ് കിടക്കുന്ന ഡ്രേനെ കൂട്ടി അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് അദ്ദേഹം പരിക്കേറ്റ ഡ്രേനെ ചികിത്സിക്കുകയാണ്. ഒരു ബൾബിൽ ഒരു സാധനം കത്തിച്ചുകൊണ്ട് അതിലെ തീ എടുത്ത് അത് ഡ്രേനെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചാണ് ജാക്കി ചാൻ ചികിത്സിക്കുന്നത്. ജാക്കി ചാന് തന്റെ കയ്യിൽ തീ എടുത്തുകൊണ്ടാണ് അത് ഡ്രേന്റെ ശരീരത്തിൽ പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഡ്രേന്റെ വേദനയൊക്കെ മാറി. ഇത് എന്താണ് സംഭവം എന്ന് ഡ്രേ ചോദിച്ചപ്പോൾ, ഇതാണ് ചൗവ, പുരാതന ചൈനീസ് ചികിത്സാ രീതിയാണ്. അപ്പോൾ ഡ്രേ പറയാണ്, ഞാൻ വിചാരിച്ചു താങ്കൾ വെറും ഒരു മെയിന്റനൻസ് മാൻ ആണ് എന്ന്. എങ്ങനെയാണ് താങ്കൾ അവരെ ഒരു ഇടി പോലും ഇടിക്കാതെ അവരെയൊക്കെ പരാജയപ്പെടുത്തിയത്? നിങ്ങൾ എവിടുന്നാണ് കുങ്ഫു പഠിച്ചത്? എന്റെ അച്ഛന്റെ അടുത്തു നിന്നാണ് എന്ന് ജാക്കി ചാൻ പറയുകയാണ്. അപ്പോൾ ഡ്രേ ജാക്കി ചാനോട് ചോദിക്കാണ്, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കുങ്ഫു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ജാക്കി ചാൻ മറുപടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നെ കുങ്ഫു പഠിപ്പിക്കുമോ എന്ന് ഡ്രേ ജാക്കി ചാനോട് ചോദിക്കുകയാണ്. എന്തിനാണ് കുങ്ഫു പഠിച്ചിട്ട് എന്ന് ജാക്കി ചാൻ ചോദിച്ചപ്പോൾ, അവന്മാരെ തല്ലാനാണ് എന്ന് ഡ്രേ പറയുകയാണ്. കുങ്ഫു ആരെയും തല്ലാനും കൊല്ലാനുമല്ല, കുങ്ഫു യുദ്ധം ഉണ്ടാക്കാനല്ല, സമാധാനത്തിന് വേണ്ടി പഠിക്കുന്ന കലയാണ്. അപ്പോൾ ഡ്രേ പറയാണ്, പക്ഷെ അവരുടെ കുങ്ഫു മാസ്റ്റർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എതിരാളികളെ ശത്രുവിനെ പോലെ കാണണം, ഒരു കരുണയും വേണ്ട എന്നാണല്ലോ. അത് അദ്ദേഹം നല്ലൊരു മാസ്റ്റർ അല്ലാത്തത് കൊണ്ടാണ് എന്ന് ജാക്കി ചാൻ മറുപടി കൊടുത്തു. എന്തായാലും ഡ്രേനെ താൻ കുങ്ഫു പഠിപ്പിക്കത്തില്ല എന്ന് ജാക്കി ചാൻ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് സങ്കടത്തോടെ അവിടുന്ന് ഡ്രേ പോവുകയാണ്. അപ്പോൾ ജാക്കി ചാൻ ഡ്രേനെ വിളിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഡ്രേ എന്ന പയ്യനെ ആ കുട്ടികൾ തല്ലാനായി ഇനിയും വരുമെന്ന്.
അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഡ്രേക്ക് കുങ്ഫു പഠിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി ഡ്രേനെ കൂട്ടി ജാക്കി ചാൻ മാസ്റ്റർ ലീന്റെ കുങ്ഫു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് അവരെ കണ്ടപ്പോൾ തന്നെ ചിങ്ങു മാസ്റ്ററിനോട് പറയാണ്, മാസ്റ്റർ അദ്ദേഹമാണ് ഞങ്ങളെ തല്ലിയത്. മാസ്റ്റർ ജാക്കി ചാനോട് താൻ എന്തിനാണ് ഇവിടെ ഈ പയ്യനുമായി വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾ സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ വന്നതാണ് എന്ന് ജാക്കി ചാൻ പറയുകയാണ്. എന്നാൽ മാസ്റ്റർ അഹങ്കാരത്തോടെ അവനോട് കേറി വരാൻ പറ, എന്നിട്ട് അവനോട് എന്റെ കുട്ടികളെ തല്ലി തോൽപ്പിക്കാൻ പറ എന്നൊക്കെ ജാക്കി ചാനോട് പറയുകയാണ്. ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കി ചാൻ ഡ്രെയിനെ കൂട്ടി പോകുമ്പോൾ മാസ്റ്റർ ലീ ജാക്കി ചാനെ തടയുകയാണ്. നീ എന്റെ കുട്ടികളെ തല്ലി, അത് എനിക്കും എന്റെ സ്റ്റുഡിയോക്കും നാണക്കേടാണ്. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ ഒരാൾ ഫൈറ്റ് ചെയ്യാതെ പോകത്തില്ല. അപ്പോൾ ജാക്കി ചാൻ അവിടെ ഒട്ടിച്ച ഒരു പോസ്റ്റർ കണ്ടു. വരാൻ പോകുന്ന കുങ്ഫു ടൂർണമെന്റിന്റെ പോസ്റ്റർ ആണ്. എന്റെ പയ്യൻ ആ ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യും, അതാണ് എന്റെ ചാലഞ്ച് എന്ന് ജാക്കി ചാൻ മാസ്റ്റർ ലിയോട് പറഞ്ഞു. പക്ഷെ ടൂർണമെന്റ് നടക്കുന്നത് വരെ എന്റെ പയ്യനെ നിങ്ങളുടെ കുട്ടികൾ ഉപദ്രവിക്കാൻ പാടില്ല. ഇതാണ് ജാക്കി ചാന്റെ ചാലഞ്ച്. ഇത് മാസ്റ്റർ ലീ അക്സെപ്റ്റ് ചെയ്തു. തന്റെ സ്റ്റുഡൻസിനോട് ടൂർണമെന്റ് കഴിയുന്നത് വരെ ഇവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും മാസ്റ്റർ പറയുകയാണ്. അവര് പോകുന്ന സമയത്ത് മാസ്റ്റർ ഭീഷണിയോടെ ജാക്കി ചാനോട് ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ടൂർണമെന്റിന് നിന്റെ പയ്യൻ വന്നിട്ടില്ലെങ്കിൽ നിന്നെയും നിന്റെ പയ്യനെയും വേദന എന്താണ് എന്ന് ഞാൻ പഠിപ്പിക്കും. അങ്ങനെ അവര് പോകുന്ന സമയത്ത് ജാക്കി ചാനോട് ഡ്രേ പറയാണ്, നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ കൊലക്ക് കൊടുത്തല്ലോ. നീ പേടിക്കേണ്ട, നിന്നെ യഥാർത്ഥ കുങ്ഫു ഞാൻ പഠിപ്പിക്കാമെന്ന് ജാക്കി ചാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് ഡ്രേക്ക് ഭയങ്കര സന്തോഷമായി. തനിക്കൊരു മാസ്റ്ററിനെ കിട്ടിയത് കൊണ്ട്. അടുത്ത ദിവസം സ്കൂൾ വിട്ട് ഉടനെ ഡ്രേ ഓടിപ്പോകുന്നത് കണ്ട് അമ്മ ചോദിക്കാണ്, എവിടത്തേക്കാണ് ഇത്ര നേരത്തെ എന്ന്. അമ്മ, ഞാൻ കുങ്ഫു പഠിക്കാനായി ജാക്കി ചാന്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്മ ഓൾ ദ ബെസ്റ്റ് എന്നും മകനോട് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഡ്രേ കുങ്ഫു പഠിക്കാനായി ജാക്കി ചാന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ വീടിന്റെ അകത്ത് ഒരു കാർ നിർത്തിയിട്ടതായി ഡ്രേ കണ്ടു. എന്താണ് ഇവിടെ വീട്ടിന്റെ അകത്ത് കാർ എന്ന് ഡ്രേ ചോദിച്ചപ്പോൾ അതിന് ജാക്കി ചാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്തായാലും ഡ്രേ തന്നെ ജാക്കറ്റ് അവിടെ നിലത്ത് അഴിച്ചിട്ടിട്ട് കുങ്ഫു പഠിക്കാനായി വരികയാണ്. ജാക്കി ചാൻ അവിടെ മരത്തിൽ ഒരു കമ്പ് അടിക്കുന്നത് കാണാം. അങ്ങനെ ജാക്കി ചാൻ ഡ്രേനോട് ജാക്കറ്റ് എടുക്കാനായി പറയുകയാണ്. ഓ സോറി എന്ന് പറഞ്ഞ് നിലത്തിട്ട് ജാക്കറ്റ് ഡ്രേ എടുത്തിട്ട് വന്നു. ജാക്കി ചാൻ ഡ്രേനോട് ഈ കമ്പിൽ ജാക്കറ്റ് ഹാങ് ചെയ്യാനായി പറഞ്ഞു. ഇനിയാണ് കോമഡി. ജാക്കി ചാൻ ആദ്യം അത് ഹാങ് ചെയ്യാൻ പറയും, എന്നിട്ട് അത് എടുക്കാനായി പറയും, എന്നിട്ട് അത് ധരിക്കാൻ പറയും, വീണ്ടും അത് അഴിച്ച് ഹാങ് ചെയ്യാൻ പറയും. ഇത് തന്നെ. അങ്ങനെ ഇതേ കാര്യം ജാക്കി ചാൻ ഒരു പണിഷ്മെന്റ് പോലെ ഡ്രേനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ സമയം ഒരുപാടായി നമ്മുടെ ഡ്രേ ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഈ ദിവസം മുഴുവനും ജാക്കി ചാൻ ഡ്രേനെ കൊണ്ട് ജാക്കറ്റ് നിലത്തിടിപ്പിച്ചിട്ടും അത് വീണ്ടും ധരിപ്പിച്ചിട്ടും വീണ്ടും ഹാങ് ചെയ്യിപ്പിച്ചും അത് തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഡ്രേക്കും അടുത്തു. അന്ന് വീട്ടിലെത്തിയ ഡ്രേ തന്റെ ജാക്കറ്റ് നിലത്തിടാതെ അത് ഹാങ്ങറിൽ മര്യാദക്ക് വെച്ചിട്ട് പോകുന്നത് കണ്ട് അമ്മക്ക് തന്നെ അത്ഭുതമായി. ആദ്യമായിട്ടാണ് തന്റെ മകൻ ഇത്ര അച്ചടക്കത്തോടെ തന്റെ ജാക്കറ്റ് ഹാങ്ങറിൽ വെക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ വിചാരിക്കും, ഓക്കെ ഇനി കുങ്ഫു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമെന്ന്. എന്നാൽ നല്ല മഴയുള്ള ദിവസമാണ്. നമ്മുടെ ജാക്കി ചാൻ ഇന്നും ഡ്രേനെ കൊണ്ട് അത് തന്നെയാണ് ചെയ്യിപ്പിച്ചത്, അതായത് ജാക്കറ്റ്. സോ ഇവിടെ സ്കൂളിൽ നിന്ന് മെയിൻ ഡ്രേനോട് ചോദിക്കാണ്, നീ ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യുന്നെന്ന് കേട്ടല്ലോ. അതെ, എനിക്ക് പുതിയ മാസ്റ്ററിനെ കിട്ടി, അദ്ദേഹമാണ് എന്നെ കുങ്ഫു പഠിപ്പിക്കുന്നത്. സോ ഇവിടെ മെയിൻ ഡ്രേനോട് ഒരു കാര്യം പറയുകയാണ്. അതായത് നാളെയാണ് ഷീഫിഷി ഫെസ്റ്റിവൽ നടക്കുന്നത്. സോ നാളെ നീ എന്നെ ഷാവലിൻ തിയേറ്ററിൽ കാണാനായി വരണം. ഞാൻ നിന്നെ അവിടെ കാത്തു നിൽക്കും. ഞാൻ എന്തായാലും വരുമെന്നും ഡ്രേ മെയിങ്ങിന് പ്രോമിസ് കൊടുത്തു. സോ ഇവിടെ നമ്മുടെ ഡ്രേ കുങ്ഫു പഠിക്കാനായി ജാക്കി ചാന്റെ വീട്ടിലെത്തി. എന്നാൽ ഇന്നും ജാക്കറ്റുമായി പോയാൽ അദ്ദേഹം അത് തന്നെ ചെയ്യിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഡ്രേ ഒരു സൂത്രം ചെയ്യുകയാണ്. അതായത് ജാക്കറ്റ് പുറത്ത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ജാക്കി ചാന് തന്നെ കാർ റിപ്പയർ ചെയ്യുന്നത് കാണാം. നീ ജാക്കറ്റ് എടുത്തിട്ടില്ലേ? ഇല്ല, ഞാനത് എടുക്കാൻ മറന്നുപോയി എന്ന് ഡ്രേ പറഞ്ഞപ്പോൾ, എന്നാൽ വേഗമാവട്ടെ അത് എടുത്തിട്ട് വാ. എവിടുന്ന്? എന്റെ വീട്ടിൽ നിന്നോ എന്ന് ഡ്രേ ചോദിച്ചപ്പോൾ, അല്ല, നീ ഒളിപ്പിച്ച സ്ഥലത്തുനിന്ന് എന്ന് ജാക്കി ചാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പാവം ഡ്രേ ജാക്കറ്റുമായി വന്നു. ഇന്നും അത് തന്നെ. പക്ഷെ ഇന്ന് ജാക്കറ്റ് ഹാങ് ചെയ്യുമ്പോൾ ജാക്കി ചാൻ ഡ്രേനോട് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. എന്ത്? ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഡ്രേ പറഞ്ഞപ്പോൾ, നിന്റെ മുഖത്തുള്ള ആറ്റിറ്റ്യൂഡ് എവിടെ? അതുകൂടി വേണം, എന്നാലേ കറക്റ്റ് ആവൂ എന്ന് ജാക്കി ചാൻ പറയുകയാണ്. അപ്പോൾ ഡ്രേക്ക് മനസ്സിലായി അന്ന് അമ്മയോട് മോശമായി സംസാരിച്ചത് കൊണ്ടും അനുസരിക്കാത്തത് കൊണ്ടുമാണ് ജാക്കി ചാൻ തന്നെ ശിക്ഷിക്കുന്നത് എന്ന്. സോറി, എനിക്ക് എന്നെ തെറ്റ് മനസ്സിലായി എന്ന് ഡ്രേ ജാക്കി ചാനോട് പറഞ്ഞെങ്കിലും ജാക്കി ചാൻ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഡ്രേനോട് പറയുകയാണ്. ഈ സമയമാണ് ഡ്രേന്റെ അമ്മ അവിടെ വന്നത്. പുള്ളിക്കാരുടെ ഡ്രേ ഫെസ്റ്റിവലിന് പോകാനായി ടിക്കറ്റ്സ് വാങ്ങാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പുള്ളിക്കാരി ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് അവിടെ വന്നത്. അമ്മ ജാക്കി ചാന് വേണ്ടിയും ഒരു എക്സ്ട്രാ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ജാക്കി ചാന് ഏയ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് അങ്ങനെ പറയരുത്, നിങ്ങൾ വന്നേ മതിയാവൂ എന്ന് ഡ്രെയിന്റെ അമ്മ പറയുകയാണ്. അങ്ങനെ അവര് 3 പേരും ഒന്നിച്ച് ഫെസ്റ്റിവലിന് വന്നു. സോ ഇനി അമ്മയുടെയും ജാക്കി ചാന്റെയും കണ്ണ് വെട്ടിച്ച് അവിടെയുള്ള ഷാവലിൻ തിയേറ്ററിലേക്ക് ഡ്രേക്ക് പോകണം. അങ്ങനെ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഡ്രേ മേങ്ങിനെ കാണാനായി പോവുകയാണ്. മേങ്ങിന് ഡ്രേ സമ്മാനമായി ഒരു മ്യൂസിക് സീഡിയും കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് സന്തോഷമായി. സോ ഇവിടെ എന്തിനാണ് മേങ്ങ തിയേറ്ററിൽ വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവിടെ പ്ലേ ചെയ്യുന്ന ഷോ പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ഷോ ആണ്. അതൊരു പയ്യനുമായി ഇഷ്ടത്തിലായ ദേവിയുടെ കഥയാണ്. അങ്ങനെ ഷോ നടക്കുമ്പോൾ ആ കഥ മേഗി ഡ്രേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ കഥ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡ്രേ കേട്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ ഓഡീഷന് എന്തായാലും വരും, നീ എന്റെ ടൂർണമെന്റിന് വരണമെന്ന് ഡ്രേ മേങ്ങിനോട് പറയുകയാണ്. മേങ് ഡ്രേക്ക് പിങ്കി പ്രോമിസ് ചെയ്തു കൊടുത്തു. സോ ഇവിടെ അടുത്ത ദിവസം നമ്മുടെ ഡ്രേ ജാക്കി ചാന്റെ അടുത്ത് വന്നു. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സെയിം എന്ന് ജാക്കി ചാൻ പറയുകയാണ്, അതായത് ജാക്കറ്റ്. അങ്ങനെ ഇന്നും ഇത് ഡ്രേ ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ഡ്രേക്ക് ശരിക്കും ദേഷ്യം വന്നു. അതായത് ഇത് ചെയ്ത് മടുപ്പ് പിടിച്ചു. ജാക്കി ചാനോട് ദേഷ്യത്തോടെ ഞാൻ ഇനി കുങ്ഫു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രേ ഇറങ്ങി പോകാനായി പോകുമ്പോൾ ജാക്കി ചാൻ ഡ്രേനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ജാക്കറ്റ് നിലത്തിട്ട് എടുക്കാനായി പറയുകയാണ്. അപ്പോൾ ജാക്കി ചാൻ പെട്ടെന്ന് ഡ്രേന്റെ ജാക്കറ്റ് പിടിച്ചു വെച്ചു. എന്നിട്ട് ജാക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് ജാക്കറ്റിന്റെ കയ്യിലില്ല എന്ന് ഡ്രേ പറഞ്ഞു. ജാക്കറ്റ് എടുക്കുന്ന ഒച്ചത്തിൽ വീണ്ടും ജാക്കി ചാൻ പറഞ്ഞപ്പോൾ ആ ആക്ഷൻ ഡ്രേ കാണിക്കുകയാണ്. അങ്ങനെ ആ ആക്ഷൻ വെച്ച് ജാക്കി ചാൻ ഡ്രേനെ ട്രെയിൻ ചെയ്യുകയാണ്. അതായത് ഇത്രയും ദിവസം ഡ്രേനെ വെറുതെ ജാക്കറ്റ് വെച്ച് ശിക്ഷിക്കുക മാത്രമല്ല ജാക്കി ചാൻ ചെയ്തത്, ഡ്രേ പോലും അറിയാതെ ജാക്കി ചാൻ ഡ്രേനെ കുങ്ഫു ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്നാൽ ഡ്രേക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ജാക്കി ചാൻ കിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രേനോട് ജാക്കറ്റ് എടുക്കാനായി പറയും. അതേപോലെ ജാക്കറ്റ് എടുക്കാൻ കുനിയുമ്പോൾ ജാക്കി ചാൻ കിക്ക് ചെയ്യും. അങ്ങനെ ഒരു അടിപൊളി ഡിഫൻസ് ടെക്നിക് ആയിരുന്നു ജാക്കി ചാൻ ഇത്രയും ദിവസം ഡ്രേനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായത്. നിന്റെ മനസ്സിൽ എപ്പോഴും ഇത് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നും ജാക്കി ചാൻ ഡ്രേനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ദിവസം ഭയങ്കരമായിട്ട് തന്നെ ജാക്കി ചാൻ ഡ്രേനെ കുങ്ഫു ട്രെയിൻ ചെയ്യിപ്പിച്ചു. അടുത്ത ദിവസം അവര് ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. എന്തിനാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്? താങ്കൾക്ക് കാറില്ലേ, ലൈസൻസ് ഇല്ലേ, നമ്മൾക്ക് അതിൽ വന്നൂടെ എന്നൊക്കെ ഡ്രേ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ജാക്കി ചാൻ മറുപടി കൊടുക്കുന്നില്ല. സോ അവരിവിടെ വന്നിട്ടുള്ളത് ജാക്കി ചാൻ പണ്ട് അച്ഛന്റെ അടുത്തുനിന്ന് കുങ്ഫു പഠിച്ച സ്ഥലത്തേക്കാണ്. ഇവിടെ ഡ്രാഗൺ വെൽ എന്ന ഒരു കിണറുണ്ട്. അവിടത്തേക്കാണ് ജാക്കി ചാന് ഡ്രേനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കയറി വേണം ആ സ്ഥലത്ത് എത്താനായി. ഈ സ്ഥലത്ത് ഒരുപാട് പേര് കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നതും കാണാം. അതൊക്കെ ഡ്രേ അത്ഭുതത്തോടെ നോക്കുകയാണ്. പക്ഷെ ഇതിനേക്കാൾ ഡ്രേനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഡ്രേ അവിടെ കണ്ടു. അത് വേറൊന്നുമല്ല, ഒരു സ്ത്രീ കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നു. പുള്ളിക്കാരിയുടെ തൊട്ടു മുൻപിലായിട്ട് ഒരു കോബ്ര സ്നേക്ക് ഇരിപ്പുണ്ട്. ആ കോബ്രയെ പുള്ളിക്കാരി തന്റെ കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് കാണാം. അതായത് പുള്ളിക്കാരി തല അനക്കുമ്പോൾ അതേപോലെ ആ കോബ്രയും തല അനക്കുകയാണ്. സോ ഇവിടെ ജാക്കി ചാൻ ഡ്രേനെ വിളിക്കുകയാണ്. എന്നിട്ട് ഡ്രാഗൺ വെൽ കാണിച്ചു കൊടുത്തു. നിന്റെ അതേ പ്രായമുള്ളപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ഇവിടെ വന്ന് നിന്നിരുന്നു. ഇതാണ് ഡ്രാഗൺ കുങ്ഫു വാട്ടർ. ഇത് നീ കുടിച്ചാൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഡ്രേ ആ വെള്ളത്തിൽ തല മുക്കി അത് കുടിക്കുകയാണ്. ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള വെള്ളം ഇതാണ് എന്നും ഡ്രേ ജാക്കി ചാനോട് പറയുന്നുണ്ട്. അതിനുശേഷം ജാക്കി ചാനോട് ഡ്രേ ചോദിക്കാണ്, ആ സ്ത്രീ എന്തിനാണ് കോബ്ര സ്നേക്ക് തല അനക്കുന്നത് പോലെ അതിനെ കോപ്പി ചെയ്യുന്നത്? അപ്പോൾ ജാക്കി ചാൻ പറയാണ്, ഡ്രേ നീ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല. ആ സ്ത്രീയല്ല കോബ്രയെ കോപ്പി അടിക്കുന്നത്, കോബ്രയാണ് ആ സ്ത്രീയെ കോപ്പി അടിക്കുന്നത്. അത് കേട്ടപ്പോൾ ഡ്രേ ശരിക്കും ഷോക്കായി. ഡ്രേ വിചാരിച്ചത് പാമ്പ് തല അനക്കുന്നത് പോലെ അത് കോപ്പി അടിച്ച് ആ സ്ത്രീ തല അനക്കുന്നതാണ് എന്നാണ്. സോ ഇവിടെ ആ സ്ഥലത്ത് നിന്ന് ജാക്കി ചാൻ ഡ്രേനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കാണാം. ജാക്കി ചാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡ്രേനോട് പല തവണ പറയുന്ന കാര്യം ഫോക്കസ് ആണ്. നിനക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ നിനക്ക് ഒന്നിലും വിജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോക്കസ് ആണ്. അങ്ങനെ അവരുടെ യാത്ര കഴിഞ്ഞ് അവര് തിരിച്ച് നാട്ടിലെത്തി. ഓക്കെ, അതിനുശേഷമുള്ള സീൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാക്കി ചാൻ ഡ്രേനെ അതികഠിനമായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പല തരത്തിലും പല രീതികളിലുമായിട്ടാണ് ജാക്കി ചാൻ ഡ്രേനെ ട്രെയിൻ ചെയ്യുന്നത്. അത്രയും ടഫാണ് ജാക്കി ചാന്റെ ട്രെയിനിങ്. പക്ഷെ നമ്മുടെ ഡ്രേക്ക് നല്ല ഫോക്കസ് ഉണ്ട്, പഠിക്കാൻ ഇൻട്രസ്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രേ എല്ലാം വളരെ സ്പീഡിൽ പഠിച്ചെടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ദിവസം ഡ്രേ ട്രെയിനിങ്ങിനായി ജാക്കി ചാന്റെ അടുത്ത് വന്നപ്പോൾ ജാക്കി ചാൻ പറയാണ്, ഇന്ന് ട്രെയിനിങ് വേണ്ട, ഒരുപാട് ട്രെയിൻ ചെയ്താൽ അതിൽ കാര്യമില്ല,
കാരണം ശരീരത്തിന് റെസ്റ്റ് വേണം. അതുകൊണ്ട് നീ ഇന്ന് റെസ്റ്റ് എടുക്ക്. അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോൾ സങ്കടത്തോടെ മേങ് നിൽക്കുന്നത് ഡ്രേ കണ്ടു. എന്താണ് പ്രശ്നമെന്ന് ഡ്രേ ചോദിച്ചപ്പോൾ നാളെയാണ് എന്റെ ഓഡീഷൻ. എനിക്ക് പേടിയാവുന്നു, ഞാൻ സെലക്ട് ആയിട്ടില്ലെങ്കിലോ? അപ്പോൾ നമ്മുടെ ഡ്രേ ജാക്കി ചാൻ തന്നെ ഉപദേശിച്ച പല കാര്യങ്ങളും മേങ്ങിനോട് പറഞ്ഞ് പുള്ളിക്കാരിയെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ എന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ പോകട്ടെ എന്ന് മേങ് പറഞ്ഞപ്പോൾ ഇനി നീ റെസ്റ്റ് എടുക്ക്, കൂടുതലായാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ പുറത്ത് കറങ്ങാൻ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ദിവസം മുഴുവനും എൻജോയ് ചെയ്തു. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് മേങ്ങിന് ഒരു കോള് വന്നത്. തന്റെ വയലിൻ ടീച്ചറാണ് വിളിച്ചത്. ഓഡീഷൻ നാളെയല്ല, അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ മേങ്ങിനെ വിളിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മേങ് ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അവിടെ മേങ്ങിനെ കൂട്ടാനായി മേങ്ങിന്റെ അച്ഛൻ എത്തിയിട്ടുമുണ്ട്. അങ്ങനെ പുള്ളിക്കാരി കാറിൽ കയറിപ്പോയി. സോ ഡ്രേ മേങ്ങിന് പ്രോമിസ് കൊടുത്തതാണ്, അതായത് തന്റെ ഓഡീഷനിൽ എന്തായാലും താൻ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡ്രേ ഓഡീഷൻ നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ ഡ്രേ അവിടെ എത്തി. സോ ഇവിടെ മേങ് നല്ല അടിപൊളിയായിട്ട് തന്നെ വയലിൻ വായിക്കുന്നുണ്ട്. അതേപോലെ പുള്ളിക്കാരി സെലക്ട് ആവുകയും ചെയ്തു. ഇത് കണ്ട് ഏറ്റവും അധികം സന്തോഷമായത് നമ്മുടെ ഡ്രേക്കാണ്. സോ ഇവിടെ ദൂരെ ഇരിക്കുന്ന ഡ്രേനെ നോക്കി മേങ് ചിരിക്കുന്നത് മേങ്ങിന്റെ മാതാപിതാക്കൾ കണ്ടു. അപ്പോൾ അച്ഛൻ മേങ്ങിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് കാണാം. അവര് ഡ്രെയിന്റെ അടുത്ത് നടന്നെത്തിയപ്പോൾ മേങ് ഡ്രെയിനോട് പറയാണ്, നമ്മൾക്ക് ഇനി മുതൽ ഫ്രണ്ട്സ് ആയി നിൽക്കാൻ കഴിയത്തില്ല, നീ എന്റെ ജീവിതത്തിൽ മോശമാണ്. അതും പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ മേങ് തന്റെ മാതാപിതാക്കളുടെ കൂടെ പോവുകയാണ്. തൊട്ടു പിന്നാലെ ചെങ്ങിന്റെ ഗാങ്ങിനെയും കാണാം. നിന്നെ ഞങ്ങൾ ടൂർണമെന്റിൽ എടുത്തോളാം എന്നും അവന്മാര് ഡ്രെയിനോട് ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഡ്രേ ജാക്കി ചാന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ബഹളം. എന്താണ് എന്ന് നോക്കാനായി ഡ്രേ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ജാക്കി ചാന് മദ്യപിച്ചിട്ട് താൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ കാർ അടിച്ച് തകർക്കുന്നു. ജാക്കി ചാന് പൊട്ടിക്കരയുന്നുമുണ്ട്. അപ്പോൾ എന്താണ് എന്ന് ഡ്രേക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ജൂലൈ 8-ാം തീയതിയാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ജാക്കി ചാൻ ആ കാറിൽ കയറി ഇരിക്കുകയാണ്. അവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഡ്രേ കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ എഴുതിയതൊന്നും ഡ്രേക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അതിലെ ഫോട്ടോ കണ്ടപ്പോൾ ഏകദേശം ഡ്രേക്ക് കാര്യം പിടികിട്ടി. ഇതേ സെയിം കാർ ആക്സിഡന്റ് ആയ ഫോട്ടോയുണ്ട്. അതേപോലെ ഒരു സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ഫോട്ടോയും അതിലുണ്ട്. അങ്ങനെ ജാക്കി ചാൻ തന്റെ വിഷമങ്ങളെല്ലാം ഡ്രേനോട് പറയുകയാണ്. ഇതാണ് എന്റെ ഭാര്യയും കുട്ടിയും. ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു അത്. അങ്ങനെ കാർ ഓടിക്കുമ്പോൾ ജാക്കി ചാന്റെ കൺട്രോൾ വിട്ടുപോവുകയും കാർ ക്രാഷ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് ജാക്കി ചാന് തന്റെ ഭാര്യയും 10 വയസ്സുള്ള മകനെയും നഷ്ടമായത്. എല്ലാ വർഷവും ജാക്കി ചാൻ ഈ കാർ റിപ്പയർ ചെയ്യും. എന്നാൽ ഈ ദിവസമാവുമ്പോൾ അദ്ദേഹം തന്നെ കാർ അടിച്ചു തകർക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം കേട്ട് ഡ്രേയും ശരിക്കും ഇമോഷണൽ ആയി ഡ്രേയും കരയുന്നുണ്ട്. എന്നാൽ ഡ്രേ ഇവിടെ ജാക്കി ചാനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആരുമില്ല എന്ന് തോന്നൽ ജാക്കി ചാന് മാറി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രേ ശരിക്കും ഒരു പ്രൊഫഷണൽ കുങ്ഫു ഫൈറ്റർ ഫൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. അത്രയും അടിപൊളിയായിട്ട് തന്നെ ആള് ട്രെയിൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും ശരിയാവാത്ത ഒരു കാര്യമുണ്ട്. മേങ് ഡ്രേനെ കാണുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അതേപോലെ മേങ്ങിനെ സ്കൂളിൽ കൂട്ടാനും കൊണ്ടാക്കാനും ഒക്കെ മേങ്ങിന്റെ അച്ഛൻ വരാറുമുണ്ട്. സോ ഇവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജാക്കി ചാൻ ഡ്രേക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ഡ്രേക്ക് ഭയങ്കര സന്തോഷമായി. ഇതുപോലത്തെ ഡ്രസ്സല്ലേ ബ്രൂസ്ലി ധരിച്ചത്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഡ്രേ ജാക്കി ചാനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്. എന്നാൽ ജാക്കി ചാന് ഡ്രേനോട് തിരിച്ച് താങ്ക് യു പറയുകയാണ്. കാരണം നീ എന്നെ ജീവിതത്തിൽ വലിയ ഒരു പാഠം പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് നമ്മുടെ തീരുമാനമാണ്. അത് നീയാണ് എന്നെ പഠിപ്പിച്ചത്. സോ ഇവിടെ ജാക്കി ചാനോട് ഡ്രേ ഒരു സഹായം ചോദിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ചൈനീസ് ഭാഷയിൽ ഒരു എഴുത്ത് എഴുതാനാണ്. അങ്ങനെ ആ എഴുത്തുമായി നമ്മുടെ ഡ്രേ എവിടത്തേക്കാണ് പോയത്? വേറെ എവിടത്തേക്കുമല്ല, മേങ്ങിന്റെ വീട്ടിൽ മേങ്ങിന്റെ അച്ഛനെ കാണാനായിട്ടാണ്. അങ്ങനെ ചൈനീസ് ഭാഷയിൽ ഡ്രേ അത് വായിക്കുകയാണ്. ആദ്യം തന്നെ അച്ഛനോട് മാപ്പ് പറയുകയാണ്. അതേപോലെ നിങ്ങളുടെ മകളാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അവളെ പോലൊരു ഫ്രണ്ടിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഫ്ലാറ്റ് ആയി. അച്ഛൻ പറയാണ്, എന്റെ മകൾ നിന്റെ ടൂർണമെന്റിന് വരുമെന്ന് പ്രോമിസ് ചെയ്തത് എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ആരും പ്രോമിസ് ബ്രേക്ക് ചെയ്യത്തില്ല. എന്റെ മകളും ഞാനും കുടുംബവും നിന്റെ ടൂർണമെന്റിന് എന്തായാലും വരും. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ ഡ്രേ ആ പ്രശ്നവും സോൾവ് ആക്കി. സോ ഇന്നാണ് ടൂർണമെന്റ്. അവിടെ മേങ്ങും അച്ഛനും നമ്മുടെ ഡ്രേന്റെ അമ്മയും അവരൊക്കെ ഒന്നിച്ചിരിക്കുന്നത് കാണാം ഡ്രേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ ടൂർണമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തേതൊക്കെ ക്വാളിഫയിങ് മാച്ചസ് ആണ്.
അതിൽ 2 പോയിന്റ് ലഭിച്ചാൽ ക്വാളിഫൈഡ് ആവും. അങ്ങനെ ഡ്രെയിന്റെ ആദ്യത്തെ മാച്ച് അതിൽ എതിരാളി ഡ്രെയിനെ ആദ്യം തന്നെ കിക്ക് ചെയ്ത് മാച്ചിനെ പുറത്തിട്ടു. അങ്ങനെ ഡ്രെയിന്റെ ഒപ്പോണന്റിന് ഒരു പോയിന്റ് ലഭിച്ചു. അവന് ഇനി ഒരു പോയിന്റ് കൂടി കിട്ടിയാൽ ഡ്രേ ഡിസ്ക്വാളിഫൈഡ് ആവും. എന്നാൽ ഡ്രേ പിന്നീട് 2 തവണ അടുപ്പിച്ച് അവനെ അടിച്ചു നിലത്തിട്ടു. അങ്ങനെ ഡ്രേക്ക് 2 പോയിന്റ് ലഭിക്കുകയും ഡ്രേ ആ മാച്ചിൽ വിജയിക്കുകയും ചെയ്തു. സോ ഇവിടെ ചെങ്ങും വേറൊരു ഫൈറ്ററും ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ചെങ്ങ് വളരെ സ്ട്രോങ് ആണ്, അവനെ തോൽപ്പിക്കാൻ അസാധ്യമാണ്. അവൻ വളരെ നിസ്സാരമായിട്ടാണ് അവന്റെ ഒപ്പോണന്റിനെ അടിച്ചിട്ട് പരാജയപ്പെടുത്തുന്നത്. ഓക്കെ ഗൈസ്, ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവസാനം നമ്മുടെ ഡ്രേ ഫൈറ്റ് ചെയ്ത് വിജയിച്ചിട്ട് സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അതേപോലെ ചെങ്ങും സെമി ഫൈനൽ എത്തി. സോ ആദ്യം ചെങ്ങും വൂപ്പിംഗ് എന്ന ഒരുത്തനും ഫൈറ്റ് ചെയ്യും. അതിലാരാണോ ജയിക്കുന്നത് അവൻ ഡയറക്റ്റ് ഫൈനലിലെത്തും. പിന്നെ സെമി ഫൈനലിലും ഫൈനലിലും 2 പോയിന്റ് അല്ല 3 പോയിന്റ് ആണ് ജയിക്കാന്. അങ്ങനെ ചെങ്ങിന്റെ ഫൈറ്റിൽ അവൻ വളരെ നിസ്സാരമായിട്ട് അത്രയും ടഫ് ആയിട്ടുള്ള ഫൈറ്ററിനെ പരാജയപ്പെടുത്തി. അങ്ങനെ ചെങ്ങ് ഫൈനലിലെത്തി. അടുത്ത സെമി ഫൈനല് നമ്മുടെ ഡ്രേന്റെയും അതേപോലെ മാസ്റ്റർ ലീന്റെ സ്റ്റുഡന്റ് ആയ ലിയാങ്ങും തമ്മിലാണ്. പക്ഷെ ഇതിൽ മാസ്റ്റർ ലീ ഒരു വൃത്തികെട്ട കളി കളിച്ചു. മാസ്റ്റർ ലീ ലിയാങ്ങിനോട് ഫൗൾ ചെയ്യാനായി പറയുകയാണ്. അങ്ങനെ ലിയാങ് ഫൗൾ ചെയ്ത് ഡ്രേന്റെ കാലിൽ പരിക്ക് വരുത്തുകയാണ്. അങ്ങനെ ലിയാങ് ഡിസ്ക്വാളിഫൈഡ് ആയി. ഡ്രേ ആ മാച്ച് വിജയിച്ചു. പക്ഷെ ഡ്രേന്റെ കാലിൽ പരിക്കേറ്റു. അടുത്ത ചെങ്ങുമായിട്ടുള്ള ഫൈനൽ മാച്ച് ആണ്. അതിൽ ഡ്രേ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെങ്ങ് ഡയറക്റ്റ് ആയിട്ട് വിജയിക്കും. ഇവിടെ ഡോക്ടർ ജാക്കി ചാനോട് പറയാണ് ഇനി ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഇവന്റെ കാലിൽ നല്ല പരിക്കുണ്ട്. സോ ഇവിടെ ജാക്കി ചാൻ ഡ്രേനോട് പറയാണ് നീ നന്നായി ഫൈറ്റ് ചെയ്തു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, നിനക്ക് എല്ലാവരുടെയും റെസ്പെക്ട് ലഭിച്ചു, അതുകൊണ്ട് പിന്മാറിയാലും സാരമില്ല. എന്നാൽ ഡ്രേ ജാക്കി ചാനോട് പറയാണ് താങ്കളല്ലേ പറഞ്ഞത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിൽ പിന്മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്ന്, അതുകൊണ്ട് ഞാൻ പിന്മാറാൻ തയ്യാറല്ല, പ്ലീസ് എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് ഡ്രേ ജാക്കി ചാനോട് പറയാണ്. അങ്ങനെ ജാക്കി ചാൻ ഡ്രേക്ക് തന്നെ ചൈനീസ് ചികിത്സാ രീതിയിൽ ചികിത്സ കൊടുക്കുന്നത് കാണാം. അതേപോലെ ഇവിടെ സ്റ്റേജിൽ ടൂർണമെന്റിന്റെ ചാമ്പ്യൻ ചെങ്ങാണ് എന്ന് പ്രഖ്യാപിച്ച് അവന് ട്രോഫി കൊടുക്കാനായി പോവുകയാണ്. എന്നാൽ ആ സമയം ജാക്കി ചാൻ വന്ന് പറയാണ് ഡ്രേ ഫൈറ്റ് ചെയ്യുമെന്ന്. അത് കേട്ടപ്പോൾ കാണികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. കാരണം എല്ലാവരും കണ്ടതാണ് ഫൗൾ ചെയ്തത് കാരണം ഡ്രേക്ക് പരിക്കേറ്റത്. എന്നിട്ടും അവൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവന്റെ ധൈര്യം സമ്മതിക്കുക തന്നെ വേണം. അങ്ങനെ ഡ്രേന്റെ ഒരു മികച്ച എൻട്രിയാണ് ഇവിടെ കാണുന്നത്. ഡ്രേന്റെ കാലിൽ പരിക്കേറ്റത് കൊണ്ട് കാലിൽ ചെറിയ മുടന്തുണ്ട്. മാസ്റ്റർ ലീ ജാക്കി ചാന്റെ അടുത്ത് ഡ്രേ നടക്കുന്നത് പോലെ നടന്നിട്ട് കളിയാക്കുന്നൊക്കെയുണ്ട്. അങ്ങേർക്ക് 100% ഉറപ്പാണ് തന്റെ സ്റ്റുഡന്റ് ആയ ചെങ്ങയെ വിജയിക്കൂ എന്ന്. ഓക്കെ, ഇനി നമുക്ക് ക്ലൈമാക്സിൽ എല്ലാവരും കാത്തുനിന്ന ആ ഫൈറ്റിലേക്ക് കടക്കാം. ഡ്രേ വേഴ്സസ് ചെങ്. ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പോയിന്റ് ലഭിച്ചത് ചെങ്ങിനാണ്. ചെങ് ഡ്രേനെ ചവിട്ടി നിലത്തിട്ടു. എന്നാൽ രണ്ടാമത് പോയിന്റ് ലഭിച്ചത് ഡ്രേക്കാണ്. അങ്ങനെ രണ്ടാളും ടൈ ആയി. പക്ഷെ അടുത്തതും നമ്മുടെ ഡ്രേക്ക് തന്നെ പോയിന്റ് ലഭിക്കുകയാണ്. അങ്ങനെ ഡ്രേക്ക് ഇനി ഒരു പോയിന്റ് മതി വിജയിക്കാൻ. അത് കണ്ട് മാസ്റ്റർ ലീന്റെ മുഖത്ത് ഭയം വന്നതായി കാണാം. അദ്ദേഹം ചെങ്ങിനെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ് ഒരു കരുണയും കാണിക്കേണ്ട എന്ന്. അതായത് അവർക്കറിയാം ഡ്രേന്റെ കാലിൽ പരിക്കേറ്റാനുള്ളത്. അങ്ങനെ മാസ്റ്റർ ചെങ്ങിനോട് അവന്റെ പരിക്കേറ്റ കാലിൽ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുകയാണ്. അങ്ങനെ മാസ്റ്ററിന്റെ വാക്ക് കേട്ട് അടുത്ത പോയിന്റ് ലഭിച്ചത് ചെങ്ങിന് തന്നെയാണ്. ഇപ്പോൾ പോയിന്റ് 2-2 അതായത് അടുത്ത പോയിന്റ് ആർക്കാണോ ലഭിക്കുന്നത് അവര് വിജയിക്കും. ഇവിടെ കാലിൽ പരിക്കേറ്റ് നല്ല വേദന ഉണ്ടായിട്ടും ഡ്രേ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഡ്രേ നിൽക്കുന്ന പോസ് കാണും. ഇത് അന്ന് ഒരു സ്ത്രീ കോബ്ര സ്നേക്കിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നിന്ന പോസാണ്. ഡ്രേ അങ്ങനെ നിന്നുകൊണ്ട് ചെങ്ങിന്റെ ഫോക്കസ് തെറ്റിക്കുകയും ചെങ് തന്നെ അറ്റാക്ക് ചെയ്യാനായി വന്നപ്പോൾ ഡ്രേ തിരിച്ച് അറ്റാക്ക് ചെയ്ത് പോയിന്റ് നേടുകയും ചെയ്തു. അതായത് ചെങ്ങിനെ പരാജയപ്പെടുത്തി ടൂർണമെന്റിൽ ഡ്രേ വിജയിച്ചു. ഡ്രേന്റെ വിജയം കണ്ട് എല്ലാവരും ഷോക്കായി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. മാസ്റ്റർ ലീ ആണെങ്കിൽ ആകെ നാണം കെട്ട അവസ്ഥയിലായി. എന്നാൽ ഇവിടെ കഥയുടെ അവസാനം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ട്. അവര് ട്രോഫി ഡ്രേക്ക് കൊടുക്കാനായി പോയപ്പോൾ ചെങ്ങ ചെന്ന് ആ ട്രോഫി മേടിക്കുകയാണ്. എന്നിട്ട് ചെങ്ങ തന്നെ ആ ട്രോഫി നേരിട്ട് ഡ്രേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ട്രോഫി കിട്ടിയ അമ്മക്കും മേങ്ങിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഡ്രേ തന്റെ മാസ്റ്ററായ ജാക്കി ചാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയും ഒരു റെസ്പെക്ട്ഫുൾ മൊമെന്റ് നടന്നു. അതായത് മാസ്റ്റർ ലീന്റെ സ്റ്റുഡൻസ് എല്ലാവരും ജാക്കി ചാന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങളാണ് യഥാർത്ഥ മാസ്റ്റർ എന്ന രീതിയിൽ. ഇത് കണ്ട് മാസ്റ്റർ ലീഗ് തീരെ സഹിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, വായും പൊളന്ന് നോക്കി നിൽക്കുക അത്ര തന്നെ. അങ്ങനെ ഫൈനലി ജാക്കി ചാൻ തന്റെ ശിഷ്യനായ ഡ്രേനെ അഭിനന്ദിക്കുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.